ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം 2024 സെപ്റ്റംബർ 30-നാണ് ദില്ലിയിൽ വെച്ചൊരു PR ഏജൻസി വഴി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദു ദിനപത്രത്തിന് ഒരു അഭിമുഖം കൊടുത്തത്. അതിൽ അദ്ദേഹം മുഖ്യമായി ഊന്നി പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ദേശവിരുദ്ധ സംസ്ഥാന വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ സ്വർണ്ണക്കൊള്ള, ഹവാല കടത്ത് എന്നിവയെക്കുറിച്ചുമൊക്കെയാണ്. അത് വലിയ വിവാദമായി എല്ലാവർക്കും അറിയാം. അതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ അടുത്ത സുഹൃത്തും ഔദ്യോഗിക നവോത്ഥാന നായകനുമായ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് നടത്തിയ പ്രസംഗം, മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, തങ്ങളുടെ ആൾക്കാർക്ക് ഒരു രക്ഷയുമില്ല, ഈ നറേറ്റീവ് വീണ്ടും ശക്തമായി വികസിച്ചു വരുന്നതാണ് പിന്നീട് നാം കാണുന്നത്. അങ്ങനെ ഒടുവിൽ CPM നേതാവ് AK ബാലൻ പറയുന്നു, UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും കേരളം ഭരിക്കുക എന്ന്. അത് മുഖ്യമന്ത്രി പിന്നീട് അത് ശരിവെക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടം എത്തിയപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നു, UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി ഉണ്ടാവും, 6 മന്ത്രിമാരും ഉണ്ടാകുമെന്ന്. ഏതാണ്ട് അതേ സമയത്ത് തന്നെ അതേ പ്രസ്താവന തന്നെയാണ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനും നടത്തിയിരിക്കുന്നത്. ഇത് യാദൃച്ഛികമാണോ അറിയില്ല. മഹാന്മാരെല്ലാം ഒരേപോലെ ചിന്തിക്കുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. ഇതും ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചതാകാം.